ഷാൻഖാൻ കൂടെ അഭിനയിക്കാൻ നമുക്ക് ഭയങ്കര കംഫർട്ട് ആണ്. നമ്മളിപ്പോ സെറ്റിലേക്ക് ഒരു സീൻ ചെയ്യാൻ വന്ന് നിൽക്കുമ്പോഴേ ഷാൻഖാൻ ഭയങ്കര എനർജിയാണ്. നമ്മൾ ഡൗൺ ആവാൻ സമ്മതിക്കുകയില്ല. ജസ്റ്റ് ഒരു ഡൗൺ ആവുന്നുണ്ട് അപ്പൊ തന്നെ പുള്ളി നമ്മൾ സ്റ്റെപ്പ് ചെയ്ത് ഭയങ്കര എനർജി, കുറച്ച് എനർജി നമുക്ക് തന്നോളും. വളരെ കെയറിംഗ് ആണ്. എല്ലാം കൊണ്ടും നല്ലൊരു മനുഷ്യനാണ്. കമ്പനിയല്ല, അത് എന്താ പറയാ, റെസ്പെക്ട് ഉണ്ട്. ഒരു എന്താ പറയാ, നമ്മളെ എന്തെങ്കിലും തെറ്റി ഭയങ്കര കുസൃതിയാണ്. ഇവിടെ അർണവനല്ല കുസൃതി. അതായത് എനിക്ക് എപ്പോഴും ഭയങ്കര ചെയ്യാൻ നിൽക്കുമ്പോഴായാലും ഞാൻ ചിലപ്പോൾ സീരിയസ് ആയിട്ട് നിന്നാലും എപ്പോഴും എനിക്ക് കളിയാക്കും. നോക്ക് അവിടെ നിൽക്കുന്ന നോക്ക്, എനിക്ക് എപ്പോഴും ഭയങ്കര കളിയാക്കലും. എനിക്ക് അങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നത് ഒരുപാട് ഹെക്ടിയായിട്ട് വർക്കൊക്കെ ഭയങ്കരമായിട്ട് നടക്കുകയാണ്. ഒരു ഡ്രസ് ചേഞ്ച് അങ്ങനെ ഹരിബറിയിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്തിരി ഗൗരവത്തിൽ. അല്ലാതെ ഞാൻ കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഗൗരവത്തിൽ. എപ്പോഴും ഭയങ്കര കാമാണ് പുള്ളി, ഭയങ്കര കുസൃതിയാണ്. കംഫർട്ടബിൾ കോ ആക്ടർ ഒബ്വിയസ്ലി ഷാനവാസ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇക്ക പെങ്ങളെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പെങ്ങളായിട്ട് എന്നെ കണ്ടിട്ടായിരിക്കും. ഒരു പെങ്ങളുട്ടിയോടുള്ള സ്നേഹമൊക്കെ അനുഭവിച്ചുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. നമുക്കൊരു പ്രശ്നം എന്ന് വന്നാലുണ്ടല്ലോ അതുപോലെ കട്ടയ്ക്ക് കൂടെ നിൽക്കും ഇക്ക. അതിപ്പോൾ ഞങ്ങൾക്കെന്ന് മാത്രമല്ല കേട്ടോ, ആ ലൊക്കേഷനിലെ എല്ലാവർക്കും, അതായത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഫെസിലിറ്റീസും എല്ലാം കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്ത ഒരാളാണ് ഷാൻഖ. എന്താ പറയാ, ഇപ്പോൾ പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തിൽ കേട്ടോ, ഇക്കയ്ക്ക് എന്താണോ ഫെസിലിറ്റീസ് കിട്ടുന്നത്, ഇക്കയ്ക്ക് എന്താണോ കിട്ടുന്നത്, അതുപോലെ തന്നെ നമുക്ക് ടീ തരാൻ വേണ്ടി വരുന്ന ആ ഒരു ചേട്ടന് പോലും അതന്നെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്ത ഷാനുഖ്യാനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇക്ക കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഭയങ്കര സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വലിയേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഫീലല്ലേ, അതാണ് ഇക്ക കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി. ഞാൻ അറിയുന്ന ഷാനവാസ് ഇക്ക, ഹീസ് ഗോൾഡ്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്.